ഇതിപ്പോ 4-ാം വട്ട. എന്താ ചെയ്യാ? പാപ്പച്ചൻ 7 700 തവണ എണ്ണും. വേണ്ടേൽ എഴുന്നേറ്റ് പോടാ പിള്ളേരെ. അയ്യോ, മുതലാളി എത്ര വേണേലും എണ്ണിക്കും. വാങ്ങുന്ന ശുഷ്കാന്തി കാണണം തരുമ്പോഴും. ഇല്ലേൽ എനിക്കറിയാം എന്താ വേണ്ടേന്ന്. എന്തായാലും കിട്ടിപ്പോന്നല്ലോ. കിട്ടിയോടാ? കിട്ടിയോ? അങ്ങോട്ട് വന്നേ. എടാ പാപ്പച്ചല്ല, അവന്റെ അപ്പച്ചന്റെ അടുത്ത് വരെ വാങ്ങൂല നമ്മള്. അതെ, ഷോപ്പിനാര് സ്പീഡാക്കി. പിന്നെ അല്ലാണ്ട് നമ്മളത് ചെയ്യാം. കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലെ. നീ ഒന്ന് സ്പീഡായിക്കോ. എടാ പിന്നെ ഞാൻ അതൊന്ന് അകത്ത് കൊടുത്തിട്ട് വരാം. പിന്നെ ശരി, പോരാ. എന്തായാലും അവനെ ഒപ്പിച്ചെടുത്ത് നന്നായി. എനിക്കറിയില്ലേ നിന്നെ ഇങ്ങനെ കട്ട് തിന്നേണ്ട വല്ല ആവശ്യമുണ്ടോ? സമയാവട്ടെടി, ഒക്കെ ശരിയാക്ക. നീ തൽക്കാലം ഇതൊന്ന് സേഫായി വെക്ക്. ശരി. ഈ ആ സ്റ്റോക്കിന്റെ കാര്യമൊക്കെ ശരിയാക്കിയല്ലേ? പിന്നെ കണാ പറയുന്നത് പിന്നെ വലക്കമ്മലാവട്ടോ. ഞാൻ നൈസായിട്ടൊന്ന് സ്കൂട്ടാവാണ്. ഒരു ചെറിയ സീന്, ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടോ? എന്നാ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അത് നോക്കിയിട്ട് ചെയ്യേ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. ഒന്നങ്ങോട്ട് മാറിയേക്ക്. ആ ചെക്കൻ മരിച്ച ശേഷേ പെണ്ണിന് പ്രാന്തായതാ. കഷ്ടം. ഈ CBI CID എന്ന് പറഞ്ഞ് ഒരു തമ്മിൽ അടിയല്ലേ? ഇത്രയും പ്രക്ഷോഭങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും സർക്കാർ എന്നുവരെ കേസ് വിട്ടുകൊടുത്തോ? ഇല്ല. അതിപ്പോ നിങ്ങള് പറഞ്ഞ മാതിരി ഒരു കുടുംബം പോലെ കഴിഞ്ഞതല്ലേ. ഇതാരപ്പോ ഒരു പുതിയൊരാള്, ഒരു മിണ്ടാപ്രാണിയാ. എന്തെങ്കിലും ഒരു സഹായാവട്ടെ എന്ന് ഞാൻ കരുതി. എത്ര പൈസ? അപ്പൊ അത് പിന്നെ ഒരു ചായ 2 പഴവും 20 റുപ്യ. ബാക്കി വേണ്ട. പണിയൊന്നും ഇല്ലെങ്കിലേ ഇപ്പൊ അതാ റെഡി ക്യാഷിനാ ചായ കൂടി. കണ്ട് പഠിക്കടാ. ഒന്ന് രസം നീ കൊടുക്കുമോനെ. ഒരു ചായ. ഒരു ചായട്ടെ. തിരുവമ്പാടി കൊലക്കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ഏറെ നാളത്തെ പ്രതിഷേധങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ സർക്കാർ പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേഷനെ ഏൽപ്പിച്ചു. കേസ് ഏറ്റെടുത്ത ടീം തിരുവമ്പാടിയിലേക്ക്. എന്നിട്ടെന്താ ഓരാ പന്നിയിറച്ചി തിന്നങ്ങോട്ട് പോവും. വന്നതേ ആരാന്നറിയോ? നീ ഇപ്പൊ കുറ്റം പറഞ്ഞ CID ഓഫീസർമാരാ. ഈ ഓരോ മുമ്പിലൊന്നും പോയി പെടണ്ട. എന്റെ കർത്താവേ, എനിക്കൊന്നും അറിയാമേലേ. സാറുമാര് പറഞ്ഞതുപോലെ ഞാൻ അത്ര വലിയ ഗുണ്ടയൊന്നുമല്ല. ഈ കൈകൊണ്ട് ഒരു താറാ കുഞ്ഞിനെ പോലും കൊല്ലാൻ പറ്റും. ഞാൻ സ്റ്റോപ്പ് ഇറ്റ്. ഐ നോ യു ആർ നോട്ട് എ സെയിന്റ്. താൻ പറയുന്നോ അതോ?
വിവേകിന്റെ ബ്ലഡ് ഗ്രൂപ്പ് എ പോസിറ്റീവും ഫോറൻസിക് റിപ്പോർട്ടിൽ നഖങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് AB നെഗറ്റീവും. അപ്പൊ കേസ് ഒതുക്കല്ലേ സാർ? Yes, you're right. അല്ല സാർ, വല്ല കൊട്ടേഷനും? Don't be a fool, Manu. He's not a don or business magnate. ഒരു നാട്ടിൻ പുറത്തുകാരൻ. അവന്റെ കൊലയാളി ഈ നാട്ടിൽ തന്നെ. ചേർക്കണേ. യെസ്. ഈ പഞ്ചായത്തിലുള്ളവരുടെ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഒരു മെഡിക്കൽ ടീം സെറ്റപ്പ്. ആ വഴിക്കൊന്ന് പോയി നോക്കാം. മുംബൈ ടു കാലിക്കറ്റ്. Manu, what about the call details? ഹരിയുടെയും അഭിയുടെയും കോൾ ഡീറ്റെയിൽസിൽ സംശയിക്കത്തക്ക കോളുകളൊന്നും പോയിട്ടില്ല. ദെൻ വിവേകിന്റെ കോളുകളിലേറെയും ഹരിയുടെ സിസ്റ്റർ നമ്പറിലേക്കും പിന്നെ അൺനോൺ നമ്പറിലേക്കും അല്ലേ? ജസ്റ്റ് ഡയൽ ടു ദാറ്റ് നമ്പർ. ചുമ്മാതാ, സ്വിച്ച് ഓഫ് ആയിരിക്കും. സർ, ഇനി ഇത് സെക്കൻഡ് നമ്പർ ആവാനാ ചാൻസ്. ജസ്റ്റ് ടേക്ക് ദ കോൾ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. ടെലിഫോൺസിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം 9846445917 എന്ന നമ്പർ വേറെ ആളുടെ പേരിലാണ്. സാർ, ലാബ് റിസൾട്ടിൽ ഈ ഏരിയയിലെ 319 പേരിൽ വെറും 3 പേർക്കാണ് AB നെഗറ്റീവ് ഉള്ളത്. വൺ മിസ്റ്റർ കുമാരൻ 85, ഇർഷാദ് 22, കുറുവിലങ്ങാട് ചന്ദ്രൻ 47. So, I warned his friends. So, നിങ്ങൾ വിവേകമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല? ഇല്ല സാർ, ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ ചുവടക്കം നിങ്ങൾ എല്ലാവരുടെയും കോൾ ഡീറ്റെയിൽസും ചാറ്റ് ഹിസ്റ്ററി ഇതിലുണ്ട്. ലോക്യ, വിവേക് കൊല്ലപ്പെടുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് വരെ അച്ചുവുമായി ചാറ്റ് ചെയ്തിരുന്നു. പിറ്റേന്ന് വിവേക് കൊല്ലപ്പെടുകയും ആൻഡ് അറ്റ് ദ സെയിം ടൈം ഷീ ബിക്കം സൈക്കിക്. ഹൗ? അച്ചുമായി പ്രണയിഷ്ടപ്പെടാത്ത നീ അവനെ കൊന്നു, അതല്ല സത്യം? നോ. ഹലോ. യാ ഫൈൻ. ആ കഴിച്ചു. ഡീ, നീ ഇതാരെ വിളിച്ചോണ്ടിരിക്കുന്നത്? കൊറേ നേരം തുടങ്ങിയിട്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. നിനക്ക് പറഞ്ഞുതരാം. എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് കേട്ടോ. നിനക്ക് പറഞ്ഞുതരാം. നിനക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ, കാണിച്ചു തരാം. നീ എന്താ വിചാരിച്ചേ? എല്ലാരെയും കാണുന്നത് എന്റെ പകരം കാണുക. സത്യധർമ്മ അല്ലടോ, ജോലിയൊന്നുമില്ലേ? ആരാ? അല്ലാതെ തന്നെ കാശുണ്ടല്ലോ അല്ലേ? സാറന്മാരെന്താ പറയുന്നത്? അതൊക്കെ പറയാ. വാ, വന്ന് വണ്ടി കയറി. ചന്ദ്രൻ എങ്ങോട്ട് അത്ര തിരക്കിട്ടിട്ട്? സാറന്മാരെന്താ ഇവിടെ? ലീവ് കഴിഞ്ഞിട്ട് പോവാ സാർ. ടിക്കറ്റ് ഓക്കെ ആയത്. അപ്പൊ ശരി എന്നാ. അങ്ങനെ അങ്ങോട്ട് പോയാലോ? തൽക്കാലം ബാഗ് ഞങ്ങൾക്ക് തന്നിട്ട് സാറ് വണ്ടി കയറ്. നിങ്ങൾ കുരുത്തക്കട കാണിക്കുന്നത്. അവിടെ നിക്കടാ. അവിടെ അവിടെ നിക്കടാ. വെറുതെ ഒരു സീനിൽ നിൽക്കണ ചന്ദ്ര. സത്യധർമ്മനും നീയും തമ്മിൽ എന്താ ബന്ധം? ഏത് സത്യധർമ്മൻ? എനിക്കാരറിയില്ല. എന്ത് തെളിവാ നിങ്ങളുടെ അടുത്തുള്ളത്? നിങ്ങളുടെ ജോലി തീർക്കാൻ വേണ്ടി എന്നെ കരുവാക്കുന്നു. എന്നെ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. നിന്നെ ഞാൻ അരുൺ,
ബാ. നിനക്കെന്താ വീട്ടിൽ ഒരു നയ പൈസ കിട്ടില്ല. ക്രൈം ബ്രാഞ്ചിനെ ഒതുക്കി എന്നോടാ നിന്റെ കളി. അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? എന്റെ തൊള്ളേന്ന് വല്ലതും വന്നു വീണ് പോയല്ലോ. ഓ, ബ്ലാക്ക് മെയില്. അതെ, ഒരുത്തരെ കൊന്നാലും രണ്ടാളെ കൊന്നാലും തൂക്കുമരം ഒന്നേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പഠിച്ച ടെലിഫോൺസിൽ നിന്നുള്ള ഇൻഫർമേഷൻ പ്രകാരം 9388959030 എന്ന നമ്പർ കുറുവിലങ്ങാട് ചന്ദ്രൻ എന്ന തന്റെ പേരുള്ളതാണ്. അതും ഒരു വർഷം മുമ്പ്. സോ നൗ മിസ്റ്റർ ചന്ദ്രൻ, ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ താങ്കൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും പിന്നീട് താങ്കളുടെ അക്കൗണ്ടിൽ നിന്നും 2 lakhs സത്യന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു. വൈ? ഇഫ് യു വാണ്ട് ഐ വിൽ ഷോ യു ദ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. ഈ ഏരിയയിൽ AB നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളത് വെറും 3 പേർക്ക് മാത്രമാണ്. കുമാരൻ, ഇർഷാദ്, പിന്നെ കുറുവിലങ്ങാട് ചന്ദ്രൻ. 3 കൊല്ലമായി ഗൾഫിലുള്ള താനല്ല ഇത് എടുത്തതെന്ന് എനിക്കറിയാം. ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദിസ്. ഇത് നിന്റെ ഭാര്യയല്ലടോ. വിവേകും ഞാനും തമ്മിലുള്ള ബന്ധം അറിഞ്ഞതുകൊണ്ടാണ്. ഇപ്പൊ ഞാനും കുടുങ്ങിയില്ലേ? ഇനിയൊരു വഴിയില്ല മിസ്റ്റർ ചന്ദ്രൻ. അത് ശരിയാ. ഗൾഫിൽ നിന്ന് വന്നപ്പോ ബോംബെയിലുള്ള കുറച്ച് കൂട്ടുകാർക്ക് സമ്മാനം കൊടുക്കാണ്ടായിരുന്നു. അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വിളിക്കാതെ അവിടെ പോയി. പക്ഷേ അങ്ങേരി എന്നാ വരുന്നേ? ആ, വരുമ്പോ വരട്ടെ. എന്നാ പോട്ടെ, ശരി. ഹരി, എന്നിട്ട് പോടാ. ഹരി. എന്താ എന്താ ആരാ? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ല. എന്താ വേണ്ട? അയ്യോ, ആരാ ആരാ നിങ്ങള്? ചന്ദ്രന്റെ വീട്ടിൽ മിണ്ടിപ്പോക. നീ എന്ത് പണിയാ ചെയ്ത്? വെറുതെ വേണ്ടോ? എന്താ ചെയ്യാ? നീ എന്താ പറയണ്? കാശ് 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 പിടിക്കേ. Whatever happens, crime is crime.